എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. ഒരു കാർഡ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുള്ളതാണ്. എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ 10 of Wands, 5 of Pentacles, Ace of Cups, Ace of Pentacles, അതുപോലെ 5 of Cups, ഓക്കെ, 8 of Cups എനർജി, ആൻഡ് ഈ ഒരു കാർഡ് വന്നിരിക്കുന്നത് 3 of Pentacles എനർജി കണക്ഷൻസ് ആണ്. ആദ്യം തന്നെ 10 of Wands എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലൈഫ് ജീവിതത്തിൽ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ പുറകോട്ടേക്ക് മാറി നിൽക്കുന്നത്, ഫൈനലി അതൊരു പര്യവസാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കുറച്ചധികം നാളുകളായിട്ട് അമിതമായിട്ട് പണിയെടുത്ത് ക്ഷീണിച്ച ഒരു അവസ്ഥ എന്ന് പറയാം. ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ആവശ്യത്തിൽ കവിഞ്ഞുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്തുന്ന ഇതല്ല, മറിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ പലപ്പോഴും പല ആളുകളും നിങ്ങളെ പല ആവശ്യത്തിന് സമീപിക്കുമ്പോൾ ഇത് എൻ്റേതല്ല, ഇതെൻ്റെ ഉത്തരവാദിത്വമല്ല, ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല എന്നുള്ളത് നിങ്ങളായിട്ട് പറയുന്നില്ല, അല്ലെങ്കിൽ ആളുകൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ തലയിൽ ഡംപ് ചെയ്യുമ്പോൾ സോറി എനിക്ക് തൽക്കാലം സമയമില്ല എന്നുള്ളത് വളരെ സഭ്യമായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് അതിനുശേഷം എനിക്കത് പറ്റുന്നില്ല എല്ലാം കൂടി എന്നുള്ളൊരു ഇതിലേക്ക് വരാതിരിക്കാം. ഓൾറെഡി നിങ്ങൾ ഏതെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് മറ്റുള്ളവരുടെ എങ്കിൽ ഇനി അത് തിരിച്ചു കൊടുക്കുന്നതിലും തെറ്റില്ല, കാരണം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നില്ല. നിങ്ങൾ ഓക്കെ പറഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് എത്രയും പെട്ടെന്ന് അത് അവരിലേക്ക് എത്തിക്കുക. വേറെ എന്തെങ്കിലും വഴികൾ അവർ കണ്ടെത്തുക എന്നുള്ള രീതിയിൽ. ഇനി ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക. കാരണം ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് ജോലി സംബന്ധമായിട്ടും കാണുന്നുണ്ട്. കാരണം അവരുടെ ജോലിയിൽ എന്താ പറയുക, അവർ ജോലിയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. നിങ്ങളത് കണ്ണടച്ച് ഏറ്റെടുക്കുന്നു. പക്ഷെ നിങ്ങളുടെ ജോലി പോലും തീർക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരുടെ ജോലി ചെയ്ത് തീർക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ജോലിയെ തന്നെ അത് ബാധിച്ചേക്കാം. ഇത് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സഹായം ചോദിക്കാൻ വളരെ മടിയാണ്. സഹായം ആവശ്യമുള്ള സിറ്റുവേഷനിൽ സഹായം ചോദിക്കാൻ ഒരു മടിയും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. ധൈര്യമായിട്ട് സഹായം ചോദിക്കുക. ആവശ്യമുള്ളിടത്ത് സഹായം ചോദിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമോ അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ചിന്തയുടെ ആവശ്യമില്ല. ചോദിക്കേണ്ടടുത്ത് ചോദിക്കാം. എപ്പോഴും മറ്റുള്ളവരെ സഹായിച്ച് ശീലമായതുകൊണ്ടാവാം മറ്റൊരാളോട് സഹായം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു വിമ്മിഷ്ടം. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇവിടെ 5 of Pentacles എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു 5 of Pentacles എനർജി സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ചില ആളുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടാവാം. എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ നഷ്ടങ്ങൾ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യമായിരിക്കും അത്, എന്തെങ്കിലും പണം നിങ്ങളിലേക്ക് എത്തുമെന്ന് വിചാരിച്ചതായിരിക്കും. ഇത് കൂടുതലും സാമ്പത്തികമാണ്, എന്നിരുന്നാലും അല്ലാത്ത കാര്യവുമാവാം. അത് നിങ്ങളിലേക്ക് എത്തേണ്ട ചില കാര്യങ്ങൾ എത്തിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിരുന്ന നിങ്ങളിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു കാര്യം എത്തിയിട്ടില്ലാത്ത സിറ്റുവേഷനിലാണെങ്കിൽ ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം. മറ്റുള്ളവരിൽ നിന്ന്, വേറെ ആളുകളിൽ നിന്ന് ഹെൽപ്പ് ചോദിക്കാം. കാരണം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്കത് അനിവാര്യമാണ്. അത് ചോദിക്കുന്നതിൽ ഒരു അപകർഷതാ ബോധത്തിൻ്റെ ആവശ്യമില്ല. ചോദിക്കുക. സഹായം പലപ്പോഴായിട്ട് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ ഒരു പക്ഷേ നിങ്ങൾ സഹായം ചോദിക്കുക എന്നുള്ളത്. പിന്നെ പലരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റിയ സമയമല്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി സംഭവിച്ച കാര്യമാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം ഇതുവരെ സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ റിസ്ക് എടുക്കാൻ ഒരിക്കലും പോവാതിരിക്കുക. അതിന് പറ്റിയ സമയമല്ല. പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഏറ്റവും ഈസി, സേഫ്. മീഡിയം റിസ്കിൽ പോലും പോവാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയാം. അല്ലാത്ത പക്ഷം പിന്നീട് ഒരു ബാധ്യതയായിട്ട് നിങ്ങൾക്ക് മാറിയേക്കാം എന്നുള്ളതും കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ. പിന്നെ ഏസ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. വിവാഹം അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ്.
കുറച്ച് ചിലവ് കൂടുതലുള്ള മാസമാണ്. പക്ഷെ ചിലവെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിനായിരിക്കും, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. നേരത്തെ അറിയുന്ന പല കാര്യങ്ങളാണ് എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഓൾറെഡി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വലിയ ധനനഷ്ടം എന്നുള്ള രീതിയിലല്ല, പൈസ കൂടുതൽ ചിലവാക്കും. കാരണം ആഘോഷങ്ങളുടെ സന്തോഷങ്ങളുടെ ആയിരിക്കും. ഇപ്പോൾ വിവാഹമാണെങ്കിൽ പ്രത്യേകിച്ച് അത് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാവാം. അല്ലാത്തവരെ സംബന്ധിച്ച് കുറച്ച് പൈസ നിങ്ങൾ ചിലവാക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാനോ ചെയ്യാനോ യാത്രകൾ പോകാനോ അങ്ങനെ ആയിരിക്കാം. മനസ്സിന് തൃപ്തി തരുന്ന സമയം തന്നെയാണ്, പക്ഷേ സാമ്പത്തികം അല്ലെങ്കിൽ പൈസ ചിലവാക്കിക്കൊണ്ടിട്ടുള്ളതാണ് എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. സോ അത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് നിങ്ങൾക്കായിട്ട് പേഴ്സണൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നൊരു സമയമാണ്. പുതിയ തുടക്കമാണ് ജീവിതത്തിൽ. അത് പല കാര്യങ്ങളിലും ഇപ്പോൾ പറഞ്ഞ വിവാഹം ജീവിതത്തിൽ പുതിയൊരു തുടക്കമാണ്. അപ്പോൾ ഒരു പുതിയ പ്രണയം, പുതിയൊരു ജീവിതം തുടങ്ങുന്നു എന്നുള്ളത് ചില ആളുകളെ സംബന്ധിച്ചൊരു പുതിയ ഇമോഷൻ ആദ്യമായിട്ട് ലൈഫിൽ അനുഭവിക്കുന്നു. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രണയവും ഒക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് അനുഭവിക്കുന്ന പല സാഹചര്യമാവാം സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു പ്രഗ്നൻസി സിറ്റുവേഷൻ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഹോപ്പാണ്, ഒരു പ്രതീക്ഷയുടെ സമയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കുറച്ച് ഒരു ഡിസപ്പോയിൻമെൻ്റ് അടുത്തിടയ്ക്ക് ജീവിതത്തിലുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പ്രണയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടെങ്കിൽ അതിലൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഒരു സന്തോഷം നിറഞ്ഞ ആനന്ദം നിറഞ്ഞൊരു മുഹൂർത്തത്തിലേക്ക് വരുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് ഏസ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് പുതിയ തുടക്കം വീണ്ടും സൂചിപ്പിക്കുന്നു. സാമ്പത്തിക കാര്യത്തിൽ അപ്പോൾ ബിസിനസ്സോ മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. പ്രോസ്പെറിറ്റി, സക്സസ് ആണ് ജീവിതത്തിൽ സൂചിപ്പിക്കുന്നത്. എവിടെ നിന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ ഇത് എന്തെങ്കിലും ബിസിനസ്സും അല്ലെങ്കിൽ കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കരിയറിലാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു പ്രൊമോഷനോ ശമ്പള വർധനവോ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് ജീവിതത്തിൽ, നല്ല ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സോ നല്ലൊരു ഗ്രേറ്റ് ലെവൽ ഓഫ് റെസ്പോൺസിബിലിറ്റി, ഒരു സെക്യൂരിറ്റി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മെറ്റീരിയൽ ഗെയിൻ ആണ് കൂടുതലും കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒന്നുകിൽ നിങ്ങൾ ജോലിയിൽ ഉദ്യോഗക്കയറ്റവും ശമ്പള വർധനവും പോലുള്ള സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉന്നമനം ഉണ്ടാകുന്നത്. അപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില ആളുകൾ പാർട്ട്ണർഷിപ്പ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബിസിനസ് വിപുലീകരിക്കുകയോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവ്യമാകുന്നു എന്നുള്ളതും ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകാനുള്ള എനർജിയും കാണിക്കുന്നുണ്ട്. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതുമാവാം. ഓക്കെ, പിന്നെ 5 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ നഷ്ടങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് അതായത് അതിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു രീതിയാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നഷ്ടങ്ങളുണ്ടായി ശരിയാണ്, പക്ഷെ അത് ആലോചിച്ച് നിന്നതുകൊണ്ട് അതൊരിക്കലും ആ ഒരു പ്രോബ്ലം ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകുന്നില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ അത് നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ ആകാം ഇത്. അപ്പോൾ ഈ വേണ്ടെന്ന് വയ്ക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു കാര്യം ലൈഫിൽ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് സങ്കടം വരും, ഡിസപ്പോയിൻറ്റഡ് ആവും. പക്ഷേ ഇത് നിങ്ങളുടെ ഒരു ബെറ്റർ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. നഷ്ടപ്പെട്ടു പോയതിനെ ആലോചിച്ചിരുന്നാൽ ഒന്നും തിരിച്ച് കിട്ടില്ല. കാരണം ഇവിടുത്തെ എനർജി 5 ഓഫ് കപ്സ് ആൻഡ് 8 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയ കാര്യം, വേണ്ടെന്ന് വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടാത്ത കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത കാര്യമാണെങ്കിലും നമ്മളതിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും, കാരണം അത് നമുക്ക് ഇഷ്ടമാണ് എന്തുകൊണ്ടോ. പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിന് നല്ലതല്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ ചില ആളുകൾ സിഗരറ്റ് വലിക്കാൻ, കള്ളുകുടിക്കാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും, പക്ഷേ അത് ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതെടുത്ത് കളയുമ്പോൾ നമുക്ക് നല്ലത് തന്നെയാണ് വരുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾ ഇല്ലാതാകുമ്പോഴും ശരിക്കും അത് നെഗറ്റീവ് അല്ല. അപ്പോൾ അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ. നഷ്ടപ്പെടുമ്പോഴും അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് ആരോഗ്യപരമായിട്ടുള്ളതോ പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമല്ലാത്തതാണെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ച് ഉള്ള ചില സ്വഭാവങ്ങളും അത് സൂചിപ്പിക്കുന്നുണ്ട്.
പിന്നെ നെക്സ്റ്റ് വന്നിട്ട് 3 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. സൗഹൃദം, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സഹായങ്ങൾ ചോദിക്കുക, സഹായം കൊടുക്കുക മാത്രമല്ല വാങ്ങിക്കുന്നതും നിങ്ങൾ അർഹതപ്പെട്ടിരിക്കുന്നതാണ്. പിന്നെ പാർട്ട്ണർഷിപ്പ് കാര്യങ്ങൾ നല്ല രീതി, അതിപ്പോൾ പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് നല്ലതാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.